നമസ്കാരം. വൻ ആയുധശേഖരങ്ങളും ഭീകരവാദം നടത്താനുള്ള മാനുവലുമായി പാക് വംശജൻ അമേരിക്കയിൽ പിടിയിലായി. ക്യാമ്പസിൽ കടന്ന ഒരു കൂട്ട വെടിവയ്പ്പിലൂടെ വിദ്യാർത്ഥികളെ കൊല്ലാനുള്ള പദ്ധതിയാണ് ഇയാൾ ഇട്ടിരുന്നത്. ഇത് എങ്ങനെ നടപ്പിലാക്കാം എന്ന് വിശദീകരിക്കുന്ന ഒരു കയ്യെഴുത്തു പ്രതിയും ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു. അർദ്ധരാത്രിക്ക് അടച്ചിട്ട വിൽമിംഗ്ടൺ പാർക്കിൽ തൻ്റെ പിക്കപ്പ് ട്രക്കിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഇയാൾ. ഇതിൽ സംശയം തോന്നിയ ന്യൂ കാസിൽ കൗണ്ടി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയപ്പോഴാണ് വൻ ആയുധശേഖരം കണ്ടെത്തിയത്. ആയുധശേഖരത്തോടൊപ്പം ഭീകരവാദികൾ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന കവചം എന്നിവയും കണ്ടെത്തിയിരുന്നു. 25 വയസ്സുള്ള ലുക്മാൻ ഖാൻ എന്ന പാക് വംശജനാണ് പിടിയിലായിരിക്കുന്നത്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ശേഖരമായിരുന്നു ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. സെമി ഓട്ടോമാറ്റിക് റൈഫിളാക്കി മാറ്റുന്ന കൺവെർഷൻ കിറ്റ് ഘടിപ്പിച്ച ഒരു 357 ഗ്ലോക്ക് പിസ്റ്റൾ, ഭീകരവാദത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന മാഗസിനുകൾ, ശരീരത്തിലെ ചില ഭാഗങ്ങൾ കവർ ചെയ്യുന്ന ആർമർ പ്ലേറ്റുകൾ, ക്യാമ്പസ് ആക്രമണത്തിനുള്ള പദ്ധതികൾ വിവരിക്കുന്ന ഒരു നോട്ട്ബുക്ക് എന്നിവയാണ് ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്നത്. നോട്ട്ബുക്കിൽ ഡെലവേർ സർവകലാശാലയിലെ പോലീസ് ആസ്ഥാനത്തിൻ്റെ ഒരു ഭൂപടമുണ്ടായിരുന്നു. അതിൽ പ്രവേശന എക്സിറ്റ് പോയിന്റുകളും അടയാളപ്പെടുത്തിയിരുന്നു. ഇതിനു പുറമെ ABC 6 അനുസരിച്ച് എല്ലാവരെയും കൊല്ലുക, അതോടൊപ്പം രക്തസാക്ഷിത്വം വഹിക്കുക, അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള വചനങ്ങൾ, സ്വർഗത്തിലെത്തിയാൽ ഇയാൾക്ക് വേണ്ട ആഗ്രഹങ്ങൾ, സ്വർഗത്തെക്കുറിച്ചുള്ള ഇയാളുടെ സങ്കല്പങ്ങൾ, ഇസ്ലാമിക ലേഖനങ്ങൾ എന്നിവയും ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്നു. FBI ഖാന്റെ വിൽമിംഗ്ടന്റെ വീട്ടിൽ പിന്നീട് പരിശോധന നടത്തി. കൂടുതൽ ആയുധ ശേഖരങ്ങളാണ് അപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത്. റെഡ് ഡോട്ട് സ്കോപ്പുള്ള ഒരു AR സ്റ്റൈൽ റൈഫിൾ, സ്വിച്ച് എന്നറിയപ്പെടുന്ന നിയമവിരുദ്ധ മെഷീൻ ഗൺ കൺവെർഷൻ ഉപകരണം ഘടിപ്പിച്ച രണ്ടാമത്തെ ഗ്ലോക്ക് പിസ്റ്റൾ, 11 മാഗസിനുകൾ. ഇതിൽ വിവിധ ഭീകരവാദ സംഘടനകളെക്കുറിച്ചും അവരുടെ പ്രവർത്തന പദ്ധതികളെക്കുറിച്ചും വിവരിക്കുന്ന പ്രത്യേക ലേഖനങ്ങൾ, അവയുമായി ബന്ധപ്പെട്ട ടൂൾ കിറ്റുകൾ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഭീകരവാദത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള വിവരങ്ങളും ഇയാളുടെ വീട്ടിൽ നിന്നും അന്വേഷണ ഏജൻസി കണ്ടെടുത്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ നിലവിൽ വലിയ ഒരു അന്വേഷണമാണ് അമേരിക്ക നടക്കുന്നത്. വലിയ സുരക്ഷാ ഭീഷണി ലോകമെമ്പാടും വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ ഭാഗമായി വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ കണ്ടെത്തുകയും ആ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലേക്ക് ചെറു സംഘങ്ങളായിട്ട് ഇത്തരം പ്രവർത്തനത്തിലേക്ക് എത്തിക്കുവാനാണ് ഇപ്പോൾ ഭീകര സംഘടനകളുടെ പദ്ധതി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു ഭീകരാക്രമണമാണ് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നടന്നത്. ഇതുമായി വളരെ അടുത്തു നിൽക്കുന്ന മറ്റൊരു വിവരം എന്നത് ഇത്തരം ചെറിയ ന്യൂക്ലിയർ സ്ലീപ്പർ സെല്ലുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട് എന്നതാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങളാണ് അല്ലെങ്കിൽ പരിശോധനകളാണ് പല ഭാഗങ്ങളിലും നടക്കുന്നത്. സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയിലും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെയധികം ജാഗരൂകമായിട്ടാണ് ഇത്തരം കാര്യങ്ങളെ ഇപ്പോൾ സമീപിക്കുന്നത്. കൂടുതൽ ആയുധങ്ങളും തോക്കുകളും ഒരു ആക്രമണത്തിൽ അവ എങ്ങനെ ഉപയോഗിക്കാം, ഒരിക്കൽ ഒരു ആക്രമണം നടന്ന നിയമപാലകർ കണ്ടെത്തുന്നതിന് മുന്നേ എങ്ങനെ രക്ഷപ്പെടാം എന്നിവയെക്കുറിച്ചെല്ലാം ഖാൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഡെലവേർ സർവകലാശാലയിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു അംഗത്തിൻ്റെ പേര് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ടായിരുന്നു. പ്രവേശന എക്സിറ്റ് പോയിന്റുകളും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ട് ഉണ്ടായിരുന്നു. ഇത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയാണ് അമേരിക്കയിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയ സുരക്ഷ വലിയ രീതിയിൽ ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്കയിൽ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.